സൈനിക സേവനങ്ങൾക്ക് കരുത്തുപകരുന്ന വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-3 അഥവാ GSAT-7R ഇന്ന് വിക്ഷേപിക്കും. വൈകിട്ട് 5:26 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കാനിടയാക്കുന്ന ഉപഗ്രഹമാണിത്. ഉപഗ്രഹത്തിന്റെ സവിശേഷതകൾ നോക്കാം. ISRO തദ്ദേശീയമായി നിർമ്മിച്ച തന്ത്രപ്രധാനമായ ഒരു മൾട്ടിബാൻഡ് വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-03 അഥവാ GSAT-7R. ഇത് പ്രധാനമായും ഇന്ത്യയുടെ നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു സൈനിക വാർത്താവിനിമയ ഉപഗ്രഹമാണ്. നിലവിലുള്ളതും കാലപ്പഴക്കം ചെന്നതുമായ GSAT-7 അഥവാ രുക്മിണി ഉപഗ്രഹത്തിന് പകരമായാണ് CMS-03 വിക്ഷേപിക്കുന്നത്. നാവികസേനയുടെ കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനങ്ങൾ, കരയിലെ കമാൻഡ് സെന്ററുകൾ എന്നിവ തമ്മിൽ തത്സമയവും സുരക്ഷിതവുമായ ആശയവിനിമയ ലിങ്കുകൾ സ്ഥാപിക്കാൻ ഈ ഉപഗ്രഹം സഹായിക്കും. നിലവിലുള്ള GSAT-7 ഉപഗ്രഹത്തേക്കാൾ കൂടുതൽ ബാൻഡ്വിഡ്ത്തും മികച്ച സിഗ്നൽ വ്യക്തതയും ഇതിനുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ, നിരീക്ഷണം, കപ്പലുകളുടെ വിവരങ്ങൾ എന്നിവ തത്സമയം അറിയാനും കൈമാറ്റം ചെയ്യാനും GSAT-7R സാധിക്കും. CMS-03 ഒരു മൾട്ടിബാൻഡ് ഉപഗ്രഹമായതിനാൽ വിവിധ ആവൃത്തികളിലുള്ള സിഗ്നലുകൾ കൈകാര്യം ചെയ്യാനും കൂടുതൽ ഡേറ്റ കൈമാറാനും സാധിക്കും. കരസേന, നാവികസേന, വ്യോമസേന എന്നീ 3 സേനാ വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ മെച്ചപ്പെടുത്താനും ഏകോപനത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും ഈ ഉപഗ്രഹം സഹായിക്കും. ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ വിക്ഷേപണ വാഹനങ്ങളിലൊന്നായ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 അഥവാ LVM-3 ഉപയോഗിച്ചാണ് ഏകദേശം 4400 കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം ജിയോ സിങ്ക്രണൈസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ആശയവിനിമയ ഉപഗ്രഹങ്ങളിൽ ഒന്നാണ്. പ്രതിരോധ ആവശ്യങ്ങൾക്കായി വിദേശ ഉപഗ്രഹങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനാൽ GSAT-7R വിക്ഷേപണം ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.